Okay, next നമ്മൾ പറയുന്നത് ക്ലാസ് റൂം ട്രെയിനിങ് അപ്രോച്ചസ്. ക്ലാസ് റൂം ട്രെയിനിങ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഫോർമൽ എമംഗ് ട്രെയിനിങ് മെത്തേഡ്. ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറയുന്നതാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഫോർമൽ എമംഗ് ട്രെയിനിങ് മെത്തേഡ്സ്. ഫോർമൽ മെത്തേഡും കൂടിയാണ്. എ ക്ലാസ് റൂം ക്യാൻ ബി എനി ട്രെയിനിങ് സ്പേസ് അവേ ഫ്രം ദ വർക്ക് സൈറ്റ്. അപ്പോൾ ഒരിക്കലും വർക്ക് സൈറ്റിലായിരിക്കും നമ്മൾ ക്ലാസ് റൂം ട്രെയിനിങ് കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് വർക്ക് സൈറ്റിൽ നിന്ന് മാറി വേറെ ഒരു ക്ലാസ് റൂമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. ക്ലാസ് റൂം ട്രെയിനിങ് ഇസ് എനി ലേണിംഗ് ആക്ടിവിറ്റി വെയർ ഇൻ ദ ലേണർ ആൻഡ് ദ ഫെസിലിറ്റേറ്റർ മീറ്റ് ആൻഡ് ഇൻറ്ററാക്ട് ഇൻഡോർസ്. അപ്പം ഇൻഡോറിൽ അതായത് ഇൻസൈഡ് വിത്തിൻ ദി ഓർഗനൈസേഷൻ, ബട്ട് അത് വർക്ക് പ്ലേസ് അല്ല, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ സെപ്പറേറ്റ് ക്ലാസ് റൂമിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. വർക്ക് പ്ലേസ് അല്ലാതെ. ട്രെയിനിങ് ഇൻ ദ ക്ലാസ് റൂം സെറ്റിംഗ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്ചേഞ്ച് ഐഡിയ വിത്ത് അതർ ലേണർ ആൻഡ് ലേൺ അലോങ്സൈഡ് പിയേഴ്സ് ഹൂ ഫേസ് ദ സെയിം ഡെയിലി ചലഞ്ചസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് വെച്ചാൽ ഇവരെ പോലെയുള്ള പുതിയ ആൾക്കാരുടെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവർ അങ്ങോട്ട് വർക്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് ഇവർക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസും കൂടെ ഇവിടെ ഉണ്ട് ക്ലാസ് റൂം ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ. ലേണേഴ്സ് ആർ ഓൾസോ റിമൂവ്ഡ് ഫ്രം ഡേ ടു ഡേ ഡിസ്ട്രാക്ഷൻസ് ഓഫ് വർക്ക് പ്ലേസ് വൈൽ ദ ക്ലാസ് റൂം, സോ ലേണർ ക്യാൻ ഫോക്കസ് ദെയർ എനർജി ഓൺ ലേണിംഗ്. അപ്പോൾ ഇവർക്ക് ഡേ ടു ഡേ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് വരും. ഇവിടെ ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ല. അവർക്ക് അവരുടെ എനർജി ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാം അവരുടെ ലേണിങ്ങിലേക്ക്. ഇറ്റ് പ്രൊവൈഡ് ലേണർ വിത്ത് എൻവയോൺമെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ് എ ലാബ്, ആൻ ഇൻസ്ട്രക്ടർ ആൻഡ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച് ഓഫ് ടീച്ചിങ്. ഇവർക്ക് ഒരു ലാബ് കാണും, ഒരു ഇൻസ്ട്രക്ടർ കാണും, അതുപോലെ ഒരു സ്ട്രക്ചേർഡ് ടീച്ചിങ് മെത്തേഡും കാണും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഇവരെ പഠിപ്പിക്കുക. ഫസ്റ്റ് വൺ ലെക്ചർ അപ്രോച്ച്, സെക്കൻഡ് വൺ ഡിസ്കഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യത്തേത് ലെക്ചർ അപ്രോച്ചാണ്. ലെക്ചർ അപ്രോച്ച് എന്ന് പറയുന്നത് വെരി പോപ്പുലർ, അതായത് സിമ്പിൾ മെത്തേഡാണ്. ആൾക്കാർ എന്ന് പറയുക കോൺസെപ്റ്റ്, ഐഡിയാസ്, തിയറീസ്, പ്രിൻസിപ്പിൾസ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. കോൺസെപ്റ്റ്, ഐഡിയാസ്, തിയറീസ്, പ്രിൻസിപ്പിൾസ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. ദ സ്പീക്കർ ഈസ് എൻ എക്സ്പേർട്ട് ഹൂ കളക്ട് ദ മെറ്റീരിയൽ ആൻഡ് ഡെലിവർ എ സപ്പോർട്ട് ഡെലിവർ എ ലെക്ചർ ടു ദ ട്രെയിനി എക്സിക്യൂട്ടീവ്. അതായത് സ്പീക്കർ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അയാൾ എന്തെയും മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്തിട്ട് ട്രെയിനി എക്സിക്യൂട്ടീവിന് ലെക്ചർ, അതായത് ക്ലാസ് ആയിട്ട് എടുത്തു കൊടുക്കും. ഹി ഓർ ഷീ മേ യൂസ് ഹാൻഡ് ഔട്ട്, വിഷ്വൽ എയ്ഡ്സ്, ക്വസ്റ്റ്യൻ ഓർ ആൻസർ. അപ്പോൾ ഇവർ ഹാൻഡ് ഔട്ട്സ് യൂസ് ചെയ്യും, അതായത് പ്രിൻ്റഡ് നോട്ട്സ്, വിഷ്വൽ എയ്ഡ്സ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, പോസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ പല സാധനങ്ങൾ ഇവർ സപ്പോർട്ടീവായിട്ട് യൂസ് ചെയ്യും ട്രെയിനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രൈമർലി വൺ വേ ഫ്രം ദ ഇൻസ്ട്രക്ടർ ടു ദ ലേണർ. കമ്മ്യൂണിക്കേഷൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇൻസ്ട്രക്ടർ എന്ന് ലേണറിലോട്ട്. ലെക്ചേഴ്സ് ആർ എസെൻഷ്യൽ വെൻ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഇമ്പാർട്ടിംഗ് ടെക്നിക്കൽ ഓർ സ്പെഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ കോംപ്ലക്സ് നേച്ചർ. അപ്പം എത്ര വലിയ കോംപ്ലക്സ് ആയാലും സ്പെഷ്യൽ ഇൻഫർമേഷൻ ആയ എല്ലാ കാര്യങ്ങളും എന്താ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഡിസ്കഷൻ മെത്തേഡ്, ഇതിൽ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഒരു പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് തീരുമാനിക്കുന്നത്. ദ ട്രെയിനർ കണ്ടക്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ വിത്ത് ദ പർപ്പസ് ഓഫ് സോൾവിങ് എ പ്രോബ്ലം, ഗെറ്റിംഗ് ഫീഡ്ബാക്ക്, ഷെയറിംഗ് എക്സ്പീരിയൻസ്, എസ്റ്റാബ്ലിഷിംഗ് എ കൺസെൻസസ് ഫോർ ദ എക്സ്ചേഞ്ചിങ് ഐഡിയാസ്. അപ്പോൾ എല്ലാവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് പ്ലാൻ ചെയ്യും. അതാണ് ഡിസ്കഷൻ മെത്തേഡ്. അപ്പോൾ അതൊരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കാം. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കും, എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എല്ലാവർക്കും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, ഐഡിയാസൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട്. പിന്നെ ഉള്ളത് ഓഡിയോ വിഷ്വൽ മീഡിയ. ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ടെക്നിക്സ് എ പോപ്പുലർ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ നോൺ പ്രിൻറ്റഡ് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ്സ് ദാറ്റ് ആർ യൂസ് ടു പ്രൊഡ്യൂസ് വിഷ്വൽസ് ആൻഡ് സൗണ്ട് ദാറ്റ് എയ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഓഡിയോ വിഷ്വൽ എന്ന് പറയുമ്പോൾ ഒരു മീഡിയ, ഇപ്പോൾ ഒരു വീഡിയോ, ഓക്കെ, ഒരു വീഡിയോ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എക്സാമ്പിളായിട്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോൺ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് പറയാം. ഇപ്പോൾ എന്ത് ചെയ്യും, ഓഡിയൻസിൻ്റെ അറ്റൻഷൻ, നമ്മളൊരു കാര്യം വീഡിയോ ആയിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ ഓഡിയോ വിഷ്വൽ മീഡിയ ഹെൽപ്പ് ചെയ്യും. ഇനി ഇഫ് ഇൻസ്ട്രക്ടേഴ്സ് യൂസ് സിമ്പിൾ എഫിഷ്യൻറ്റ് എയ്ഡ്സ് ദേ വിൽ എൻഹാൻസ് ദെയർ ടീച്ചിങ്. അപ്പോൾ സിമ്പിൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പഠിപ്പിക്കാനും പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനി ആൻ ഓഡിയോ വിഷ്വൽ എയ്ഡ് ഇസ് എ ടീച്ചിങ് ഡിവൈസ് ത്രൂ വിച്ച് ദ ലേണേഴ്സ് യൂസ് സൈറ്റ് ആൻഡ് ഹിയറിംഗ് ഫെസിലിറ്റി. അപ്പോൾ അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് പറ്റും നമ്മൾ ഓഡിയോ വിഷ്വൽ മീഡിയ യൂസ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓഡിയോ വിഷ്വൽ മീഡിയയുടെ കേസിൽ നമ്മുടെ ട്രെയിനീസിന് കിട്ടും. പിന്നെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് വെച്ചാൽ അവർ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, എക്സ്പെരിമെൻ്റൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി അവർക്ക് പ്രാക്ടിക്കലും മെൻ്റൽ ആയിട്ട് അവർക്ക് തന്നെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ഓൾ ട്രെയിനിങ് പ്രോഗ്രാം ഇൻവോൾവ് ഗെയിനിങ് കോൺസെപ്ച്വൽ നോളജ് ആൻഡ് തിയറി, ടേക്കിംഗ് പാർട്ട് ഓഫ് ഇൻ എ ബിഹേവിയറൽ
സിമുലേഷൻ ആൻഡ് അനലൈസിങ് ദ ആക്ടിവിറ്റി ആൻഡ് കണക്റ്റിംഗ് ദ തിയറി ആൻഡ് ആക്ടിവിറ്റി വിത്ത് ഓൺ ജോബ് ഓർ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഇവിടെ എന്ന് വെച്ചാൽ ഇവർക്ക് തിയറി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇവരുടെ കയ്യിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കൊടുക്കുക. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ഇവർ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കും. അതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അപ്പോൾ തിയറീസ് പറഞ്ഞു കൊടുത്തിട്ട് അതിന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി എക്സ്പെരിമെൻ്റൽ ട്രെയിനിങ് മെത്തേഡ് കോമൺലി യൂസ്ഡ് ഇൻ ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ട്രെയിനിങ് മെത്തേഡ് ഓർഗനൈസേഷനിൽ ഏതൊക്കെ രീതിയിലാണ്? ആദ്യത്തെ സിമുലേഷൻ. സിമുലേഷൻ ഈസ് എ ട്രെയിനിങ് മെത്തേഡ് ദാറ്റ് റെപ്രസെൻറ്റ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അപ്പോൾ സിമുലേഷൻ എന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് മെത്തേഡാണ്. അത് റിയൽ ലൈഫ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്ത് വിത്ത് ട്രെയിനീസ് മേക്കിംഗ് ഡിസിഷൻസ് റിസൾട്ടിങ് ഇൻ ഔട്ട്കംസ് ദാറ്റ് മിറർ വാട്ട് വുഡ് ഹാപ്പൻ ഓൺ ദ ജോബ്. അപ്പോൾ ജോബിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആസ് നിയർലി ആസ് പോസിബിൾ ആക്ച്വൽ കണ്ടീഷൻസ് എൻകൗണ്ടേർഡ് ഓൺ എ ജോബ്. അതായത് ആക്ച്വൽ കണ്ടീഷൻസിൽ നമ്മളെങ്ങനെ പെരുമാറും എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയാണ് നമുക്ക് എക്സ്പെരിമെൻ്റൽ ട്രെയിനിങ് തരുന്നത് സിമുലേഷൻ്റെ അണ്ടറിൽ. ഓക്കെ, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറഞ്ഞു തരും. ദേ ആർ യൂസ്ഡ് ടു ടീച്ചിങ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് സ്കിൽ ആസ് വെൽ ആസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽ. ഇനി എന്തൊക്കെ പഠിക്കാൻ നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് സ്കില്ല്, അതേപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ സ്കില്ല്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ കൂടുതലായിട്ടും സിമുലേഷൻ യൂസ് ചെയ്യുന്നത്. സിമുലേഷൻസ് എനേബിൾ ട്രെയിനീസ് ടു സീ ഇമ്പാക്ട് ഓഫ് ദെയർ ഡിസിഷൻ ഇൻ ആർട്ടിഫിഷ്യൽ റിസ്ക് ഫ്രീ എൻവയോൺമെൻറ്റ്. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത റിസ്ക് ഫ്രീ എൻവയോൺമെൻറ്റിൽ അവരെടുക്കുന്ന ഓരോ ഡിസിഷൻ്റെ ഇഫക്റ്റ് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അതാണ് സിമുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വന്നിട്ട് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അണ്ടർ കേസ് സ്റ്റഡി മെത്തേഡ് ദ കേസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ബിസിനസ് സിറ്റുവേഷൻ ആർ പ്രിപ്പയർഡ് ആൻഡ് ഗിവൺ ടു ദ ട്രെയിനി മാനേജേഴ്സ്. അപ്പോൾ ദ ആക്ച്വൽ സിറ്റുവേഷൻ ഒരു കേസ് സ്റ്റഡി ആയിട്ട് ട്രെയിനി മാനേജേഴ്സിന് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഒരു ഡിസിഷൻ എടുക്കാൻ പറയും. അപ്പോൾ മാനേജേഴ്സ് ആർ ഗിവൺ ഓപ്പർച്യൂണിറ്റി ടു ഫൈൻഡ് ഔട്ട് ദ ലേറ്റൻറ്റ് പ്രോബ്ലംസ് ആൻഡ് സജസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു ടാക്കിൾ ദം. അപ്പോൾ ഇവർക്ക് പ്രോബ്ലംസിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്ന പ്രോബ്ലംസിന് ഇവരെന്ത് ഡിസിഷൻ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ട്രെയിനി ഹാവ് ടു സജസ്റ്റ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ ഈ ട്രെയിനിങ് മാനേജർ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരണം. ദിസ് ടെക്നിക് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിനീസിൻ്റെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാർവാർഡ് ബിസിനസ് സ്കൂളാണ് ഈ പറയുന്ന കേസ് സ്റ്റഡിയെ ഫേമസ് ആക്കിയത്. ദ കേസ് സ്റ്റഡി മെത്തേഡ് ഇസ് വെരി പോപ്പുലർ വിത്ത് മെനി ട്രെയിനീസ്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡ് ഭയങ്കര പോപ്പുലറാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് ഫോർ പാർട്ടിസിപ്പൻസിന് നാളെ ഒരു സമയത്ത് ഈ ഒരു കേസ് സ്റ്റഡിയിൽ എന്താണോ അവർ ചെയ്തത് അത് അവർക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും അവരുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് ബിസിനസ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ബിസിനസ് ഗെയിംസ് ട്രെയിനീസ് ആർ ഗിവൺ സം ഇൻഫർമേഷൻ ദാറ്റ് ഡിസ്ക്രൈബ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആൻഡ് ദെൻ ആസ്ക്ഡ് ടു മേക്ക് ഡിസിഷൻ ദാറ്റ് വിൽ ബെസ്റ്റ് സ്യൂട്ട് ഇൻ ദ ഫേവർ ഓഫ് ദ കമ്പനി. അപ്പോൾ ബിസിനസ് ഗെയിംസ് എന്ന് പറയുന്നത് ട്രെയിനീസിന് ചില ഇൻഫർമേഷൻസ് കൊടുക്കും. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റി ഇൻഫർമേഷൻസ് കൊടുക്കും. എന്നിട്ട് ഡിസിഷൻ എടുക്കാൻ പറയും. കമ്പനിയെ ബെസ്റ്റായിട്ട് ഫേവർ ചെയ്യുന്ന രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കും. ആ ഡിസിഷൻ എങ്ങനെയാണ് കമ്പനി അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഫീഡ്ബാക്ക്. ബിസൈഡ്സ് ദാറ്റ് മെൻ്റൽ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ എക്യുപ്മെൻറ്റ് ഈസ് ഓപ്പറേറ്റഡ് സച്ചസ് ഇൻക്രീസിങ് ഡിമാൻഡ്, പ്രഷർ ഓഫ് ടൈം, റിലേഷൻഷിപ്പ് വിത്ത് കൊളീഗ്സ്. അപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസാണ് ഇവർ തരുന്നത്. ആദ്യം ഡിമാൻഡ് കൂടുകയാണ് പ്രോഡക്റ്റിന്, നിങ്ങൾ ടൈം ഇല്ല, പെട്ടെന്ന് ടൈം പ്രഷറാണ്, നിങ്ങൾ ഒരു 2 monthsനകം ഇത്ര യൂണിറ്റ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും, സബോർഡിനേറ്റ്സുമായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും മിങ്കിൾ ചെയ്ത് പോകുന്നത്, അപ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും ഈ ബിസിനസ് ഗെയിംസിനകത്ത് പെടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും അവരോട് ചോദിക്കും ഡിസിഷൻസ്. ഇനി റോൾ പ്ലേയിങ് എന്ന് വെച്ചാൽ റോൾ പ്ലേയിങ് ദ പാർട്ടിസിപ്പൻറ്റ് ഹാവ് ടു അസ്യൂം എ റോൾ ഓഫ് എ പേഴ്സൺ ഇൻ ദ സിമുലേറ്റഡ് സിറ്റുവേഷൻ. അപ്പോൾ അവരേതെങ്കിലും ഒരു മാനേജർ, അപ്പോൾ ഒരു ടോപ്പ് റോള് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് അവർ അസ്യൂം ചെയ്തിട്ട് അത് അവരെങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകും എന്നുള്ളത് നോക്കണം. പാർട്ടിസിപ്പൻസ് ആർ ഗിവൺ ലിസ്റ്റ് ഓഫ് ലേണിംഗ് പോയിൻറ്റ്സ്. പാർട്ടിസിപ്പൻസിന് ഒരു ലിസ്റ്റ് ഓഫ് ലേണിംഗ് പോയിൻറ്റ്സ് കൊടുക്കും. അവരവരുടെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവ്സിനായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അത് വേണം യൂസ് ചെയ്യാൻ. ആ പറയുന്ന പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം അവർ സംസാരിക്കാൻ. ദേ ക്യാൻ ടേക്ക് ഹെൽപ്പ് ഓഫ് വീഡിയോസ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ മാനേജ്മെൻറ്റ് സ്കിൽസ്. ത്രൂ ദിസ് ടെക്നിക് ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ് സ്കിൽ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ്, ഇൻ്റർവ്യൂയിങ് സ്കിൽസ് ആർ അക്വയർഡ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഹ്യൂമൻ റിലേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, മാർക്കറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യണം, അതേപോലെ സെയിൽസ് മാനേജ്മെൻറ്റ്, ഇൻ്റർവ്യൂയിങ് സ്കിൽ, ഇതിനെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് ഈ റോൾ പ്ലേയിങ് എന്ന് പറയുന്ന മെത്തേഡ്. ഇനി റോൾ പ്ലേയിങ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് സിമുലേഷൻ. ഇതൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിക്കുന്ന മെത്തേഡ് തന്നെയാണ്. ലേണിംഗ് ടേക്ക് പ്ലേസ് ഇൻ ബോത്ത് എക്സ്പീരിയൻസ് ആൻഡ് അനാലിസിസ് ഓഫ് ഇൻ്ററാക്ഷൻ വിത്ത് ദർ കോൺസിക്വൻസസ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ്
അതും കൂടി അവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നും കൂടി ഇവർക്ക് അറിയാൻ പറ്റും. ഓക്കെ.